കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് പുലർച്ചെ 1:45 കൂടിയാണ് ഈ സംഭവം. ചാല മാർക്കറ്റിലെ ആര്യശാല ഭാഗത്ത് വെച്ചാണ് ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഈ ഒരു ഗ്യാസ് സിലിണ്ടർ, വാണിജ്യ സിലിണ്ടർ കള്ളൻ വളരെ വിദഗ്ധമായി മോഷ്ടിച്ചത്. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തെ പറ്റിയും ഈ ഒരു കടയെ പറ്റിയും നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഈ മോഷണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കള്ളത്താക്കോൽ ഉപയോഗിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ കള്ളത്താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറുന്നു. അതിനുശേഷം ഫ്യൂസ് ഊരിക്കൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് ഈ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഇവിടെ ഗ്യാസ് ഉണ്ടെന്നുള്ള കാര്യം, അതായത് സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം അടക്കം വളരെ കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് മോഷണം നടത്തിയത്. അത് നേരിട്ട് പരിചയമുള്ള ആൾ തന്നെയാണോ, അത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി അടക്കമുള്ള രീതിയിലാണോ ഈ ഒരു മോഷണം എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും പിന്നീട് ഇവിടെ നിന്നും ഗ്യാസ് കുറ്റി മോഷണം പോയത് പിന്നീട് കൃത്യമായ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇവിടെ ഇൻവേർട്ടർ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ ഈ മോഷണം നടത്താനുള്ള ഒരു ശ്രമം വിഫലമായത്. ഇപ്പോൾ ഈ ഒരു CCTVയിൽ പതിഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഹോട്ടൽ ഉടമയ്ക്ക് നേരിട്ട് പരിചയമുള്ള ആളല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു സ്ഥലത്തെ പറ്റി വളരെ നല്ല ധാരണയുണ്ട്. കൃത്യമായി താക്കോലടക്കം കള്ളത്താക്കോൽ ഉണ്ടാക്കി അകത്ത് കയറണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിനൊപ്പം തന്നെ ഫ്യൂസ് എവിടെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കള്ളന് അറിയാമായിരുന്നു. അതിനുശേഷമാണ് ഗ്യാസ് മോഷണം നടത്തുന്നത്. നമുക്കറിയാം ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമമാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലിണ്ടർ നഷ്ടപ്പെടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കള്ളന്മാർ. ഇതിനു മുൻപ് ഇതേപോലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉള്ളി ഇങ്ങനെ വിലക്കയറ്റമുള്ള സമയത്ത് ഉള്ളി മോഷണം പോകുന്ന അടക്കമുള്ള സാഹചര്യം നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ ഉടമയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമാണോ ഇയാൾ തീർത്തത് എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട്.